ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമുക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഫിസിക്സിനകത്ത് 40 മാർക്ക് നേടാൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. പകരം കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഈ ചോദ്യങ്ങളൊന്നും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ റെഡി, നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? അങ്ങനെയെങ്കിൽ നമ്മൾ സമയം കളയണ്ട. പക്ഷെ അതിനു മുന്നേ ഞാൻ ഒരു സന്തോഷ വാർത്ത കൂടി പറയട്ടെ. കുറേ കൂട്ടുകാർ എന്ത് ചെയ്യുന്നു, സാറ് സൈലത്തിന്റെ നിഞ്ച ബാച്ചിൽ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ആ ബാച്ചിൽ എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ള കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നമ്മളെ നിഞ്ചയുടെ പുതിയ ബാച്ച് എൻ ഗെയിം വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യുക. നമ്മൾ ഈ ഒരു ക്രിസ്മസ് എക്സാം അല്ല, പകരം വരാനിരിക്കുന്ന മറ്റ് എക്സാമുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയാക്കണം. അതിന് എല്ലാ ചാപ്റ്ററുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ക്ലിയർ ആയിട്ട് സെറ്റ് ആക്കി തരും. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, സമയം കളയണ്ട. അങ്ങനെയെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ നോക്കാൻ പോകണം. ഈ ചോദ്യം ഞാൻ പറയുന്നതിന് മുന്നേ ജസ്റ്റ് നിങ്ങൾ പോസ് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും നോക്കുക. ഇതൊന്നും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റില്ല. അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ശരിക്കും പഠിച്ചിരിക്കണം. നമ്മൾ ചോദ്യം നോക്കുക എന്താണ്. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണെങ്കിൽ അയ്യോ അത് വീഡിയോ ലെങ്ത് വളരെ കൂടുതൽ, അതുകൊണ്ട് ഞാൻ കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. കാരണം പരീക്ഷയ്ക്ക് 40 മാർക്ക് നേടണോ, ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം. അതുകൊണ്ട് എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ ആവാഹിച്ചെടുത്തു. നോക്കിക്കോളൂ. എന്താണ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ആവേഗത്തിന്റെ യൂണിറ്റ് ആവാൻ സാധ്യതയുള്ളതെന്നാണ്. ആവേഗത്തിന്റെ യൂണിറ്റ് അതായത് ഇമ്പൾസ് ആണ്. ഇമ്പൾസിന്റെ യൂണിറ്റ് ഇതിൽ ഏതാന്നുള്ളത് എന്താണ് നമ്മൾ കണ്ടെത്തണം. അവിടെ ന്യൂട്ടൺ കൊടുത്തിട്ടുണ്ട്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്, ജൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കണ്ടെത്തണം. അപ്പൊ നോക്കുക, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ പേന ഒരു കളർ മാറ്റട്ടെ, I = F × T എന്നാണ് ഇമ്പൾസ് അല്ലേ? എല്ലാവർക്കും അറിയാം ഇമ്പൾസ് ആവേഗം എന്ന് പറഞ്ഞാൽ I = F × T. എഫ് എന്ന് പറഞ്ഞാൽ എഫിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ്. ഇൻറ്റു ടൈമിന്റെ യൂണിറ്റ് എന്താണ്, സെക്കൻഡ്. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് എന്നാണ് ഇതിന്റെ യൂണിറ്റ്. ഇമ്പൾസിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ സെക്കൻഡ്. അത് ഇതിനകത്ത് തന്നിട്ടുണ്ടോ നോക്കുക. ഇതിനകത്ത് തന്നിട്ടുണ്ടോ? ഇല്ല. സൂക്ഷിച്ചു നോക്കി നോക്കൂ. ഇല്ല, തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്താണ്, വീണ്ടും മാറ്റി പിടിക്കുകയാണ്. I = F × T. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം F = mg എന്ന് എഴുതാം. എഫ് എന്ന് പറഞ്ഞാൽ mg എന്ന് എഴുതാം. ഞാനൊന്ന് മാറ്റിയിട്ട് എഴുതി തരാം. അതായത് ഈ ഭാഗത്ത് എഴുതാം I = F × T. എഫ് എന്ന് പറഞ്ഞാൽ mg എന്ന് എഴുതാം, ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ടി എന്ന് എഴുതി. അപ്പൊ ഇക്വേഷൻ ഞാൻ ഒന്ന് മാറ്റി എഴുതി. എഫിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, എഫ് എന്ന് പറഞ്ഞാൽ mg എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ മാസ്, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ സാറ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം F = ma എന്ന് എഴുതിയാൽ പോരെ, ഒരു കുഴപ്പമില്ല, അങ്ങനെ എഴുതിയാലും മതി. അപ്പൊ F = mg എന്നാണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണ ത്വരണം, അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇൻറ്റു ഇപ്പുറത്ത് എന്ത് വരുന്നുണ്ട്, ടി വരുന്നുണ്ട്. ന്റെ യൂണിറ്റ് എന്താണ്, സെക്കൻഡ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു സ്ക്വയറിൽ 2s, എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ S × S എന്നാണ്. ഇവിടെ ഒരു എസും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെട്ടിക്കളയാൻ പറ്റും. ബാക്കി ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അത് നമ്മൾ ആൻസർ കീയിൽ തന്നിട്ടുണ്ടോ നോക്കൂ. തന്നിട്ടുണ്ട്. ഏതാണ്, ഇതാ നോക്കിക്കോളൂ, ഇതാ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഞാൻ അതൊന്ന് കളർ ചെയ്യട്ടെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു ആൻസർ കിട്ടിയ വഴി പോയതൊന്ന് ആലോചിച്ച് നോക്കൂ. സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ ആൻസർ കണ്ടെത്താൻ എന്ത് ചെയ്യും, തീരെ അറിയാത്ത ആളുകൾക്ക് ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇതൊരു ഒറ്റ തവണ കേട്ടാൽ ഇത് പഠിക്കാമല്ലോ. അപ്പോൾ ഇത് ആർക്കും ഒരു കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ചോദ്യം വീണ്ടും ഇതേപോലെ വായിച്ചു നോക്കുക. എന്താണ്, ഭൂമിയുടെ ഉപരിതലത്തിൽ 98 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിലിരുന്നാൽ നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, വസ്തുവിന്റെ മാസ് എത്ര? ഏതൊരു വസ്തുവിന്റെയും ഭാരം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സെന്ററിൽ, നമ്മൾ എർത്തിന്റെ സെന്ററിൽ ഒരു വസ്തുവിന്റെ ഭാരം എപ്പോഴും എത്രയായിരിക്കും, 0 ആയിരിക്കും. എത്രയായിരിക്കും, 0 ആയിരിക്കും. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പക്ഷെ മാസ് 0 ആവോ, ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം എഴുതുക. ഇവിടെ നമുക്ക് എഫ് എന്ന് പറഞ്ഞാൽ 98 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ജി എന്ന് പറഞ്ഞാൽ ജിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും തന്നിട്ടുണ്ട്. മാസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത് അല്ലേ? എന്താ കണ്ടെത്തേണ്ടത്, മാസ്. അപ്പൊ മാസ് കണ്ടെത്തണം. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു.
അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ 98 ന്യൂട്ടൺ ആണ്. അതായത് അതിന്റെ വെയിറ്റ്, ഭാരം 98 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചാൽ അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. പക്ഷെ മാസാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പൊ മാസ് കാണാൻ നമുക്ക് എഫ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എം ജി എന്ന് എടുക്കാം. ഇതിനകത്ത് ഈ മാസാണ് കാണേണ്ടത്. അപ്പൊ ജീനെ അങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടുപോവാം അല്ലേ. ഇവിടെ ഗുണിക്കണം എന്നുള്ള സമയത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം എന്നായിട്ട് മാറും അല്ലേ. അതായത് നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടി? മാസ് ഈക്വൽ ടു എഫ് ബൈ ജി. മാസ് ഈക്വൽ ടു എം ഈക്വൽ ടു എഫ് ബൈ ജി. എഫ് എന്ന് പറഞ്ഞാൽ 98 ബൈ ജി എന്ന് പറഞ്ഞാൽ 9.8. ഇത് വെട്ടിച്ചെറുതാക്കിയാൽ ഹരിച്ചാൽ 98നെ 9.8 കൊണ്ട് ഹരിക്കാനാൽ നമ്മൾ 0 കളയുക. ആ പോയിന്റ് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 10നെ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ ഒരു 10നെ കൊണ്ട് ഗുണിക്കുക അല്ലേ. അപ്പം മുകളിൽ 980 വരും, താഴെ 98 വരും. ഈ 98 വെട്ടി 1 കിട്ടും. അപ്പോൾ 1 0 10 എന്ന് വരും. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 10. ഇവിടെ ആൻസർ എത്ര കിട്ടി? 10 കിലോഗ്രാം. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ ആൻസർ കീയിലേക്ക് ഒന്ന് നോക്കൂ. ഇവിടെ 10 തന്നിട്ടുണ്ടോ നോക്കൂ. ആൻസർ കീയിൽ 10 തന്നിട്ടുണ്ടോ? യെസ്. അതും തന്നെ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി 0 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ കീയിൽ ഇതാ 10 കിലോഗ്രാം തന്നിട്ടുണ്ട്. 10 കിലോഗ്രാം. അപ്പോൾ അങ്ങനെയാണ് അത് കണ്ടെത്തേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനും സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യമാണ് എങ്കിൽ പോലും ഇതിങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ആ മാർക്കൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ ഈ ഒരു ഐഡിയകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം വായിക്കുന്നതാണ്. നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുന്ന കപ്പൽ കൂടുതൽ ഉയരുമോ താഴുമോ? ഞാൻ വെറുതെ ഇവിടെ ഒരു ചിത്രം ഇങ്ങനെ വരച്ചത്. അതായത് ഇതിപ്പോൾ ഒരു നദിയാണ് വിചാരിക്കുക, ഇങ്ങോട്ട് കടലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു കപ്പലോ തോണി എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെ ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി വളരെ കൂടുതൽ. അപ്പോൾ ബൊയൻ ഫോഴ്സ് കൂടും, പ്ലവക്ഷ ബലം കൂടും. അപ്പോൾ കപ്പൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോട്ട് എന്ത് ചെയ്യുന്നു? കൂടുതൽ ഉയരുന്നു അല്ലേ. തോണി അതായത് ഒന്നുമില്ല, എന്താണ്, സാധാ വെള്ളത്തിലാവുന്ന സമയത്ത്, ഞാൻ ഒന്ന് വരച്ചുതരാം. സാധാ വെള്ളത്തിലാവുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ബോട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഒരു തോണി വെള്ളത്തിൽ താഴ്ന്നു നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ രൂപത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതെന്ത് ചെയ്യുന്നു? ഇവിടെ കടലിലേക്ക് എത്തി വിചാരിക്കുക. കടലിലേക്ക് എത്തുമ്പോൾ, അപ്പോൾ ഇത് നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് എന്താണ്? ഡെൻസിറ്റി വളരെ കൂടുതലാണ് അല്ലെ. ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഇതെന്ത് ചെയ്യുന്നു? കൂടുതൽ ഉയരത്തിൽ പൊങ്ങുന്നു അല്ലേ. ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്ലവക്ഷമ ബലം, ബൊയൻ ഫോഴ്സ് കൂടുന്നു. അപ്പോൾ നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുന്ന ഒരു കപ്പലായാലും തോണിയായാലും ബോട്ടായാലും നിന്ന് കൂടുതൽ ഉയരുകയാണ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മൾ ആൻസർ കഴിഞ്ഞാൽ അതവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നദിയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുന്ന ഒരു കപ്പൽ അല്പം മുകളിലേക്ക് ഉയരും. കാരണം എന്താണ്? കടൽ വെള്ളം നദി വെള്ളത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് അവിടെ എന്ത് കൂടുന്നു? പ്ലവക്ഷ ബലം കൂടുന്നു. കാരണം എ ഷിപ്പ് എൻറ്ററിങ് ഫ്രം റിവർ ടു സീ വിൽ റൈസ് ലിറ്റിൽ ബിക്കോസ് എന്താണ്? സീ വാട്ടർ ഡെൻസർ ദാൻ വാട്ടർ അല്ലേ. അതുകൊണ്ട് അവിടെ എന്ത് കൂടുന്നു? ബൊയൻ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു കിഡിലോസ്കി ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത കുറച്ച് പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ചുവടെ കൊടുത്ത പ്രസ്താവനകളെ നിശ്ചല ജഡത്വത്തിനും ചലന ജഡത്വത്തിനും യോജിച്ച് എഴുതുക. നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റും അതേപോലെ തന്നെ ഇനേർഷ്യ ഓഫ് മോഷനും തരംതിരിക്കാം. ഇങ്ങനത്തെ ഒരു ചോദ്യം എപ്പോഴും പരീക്ഷയ്ക്ക് വരും. പക്ഷെ ഇത് സിമ്പിളാണ്, എന്നാൽ ഇതുപോലും തെറ്റിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട എത്രേ ഉള്ളൂ. നിശ്ചല ജഡത്വം, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് പറഞ്ഞാൽ റെസ്റ്റ് തന്നെ ആയിരിക്കും. ആ ഒരു പോയിന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനേർഷ്യ ഓഫ് മോഷൻ, ചലന ജഡത്വം പറഞ്ഞാൽ ചലിക്കുന്നതായിരിക്കും. നോക്കൂ, ആദ്യത്തെ പോയിന്റ്. ലോങ് ജമ്പിൽ പങ്കെടുക്കുന്ന ഒരാൾ കുറേ ദൂരം ഓടി വന്ന് ചാടുന്നു അല്ലേ. ലോങ് ജമ്പിൽ പങ്കെടുക്കുന്ന ആൾ കുറേ ദൂരത്ത് നിന്ന് ഓടി, അപ്പോൾ അയാൾ അവിടെ എപ്പോഴും എന്ത് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. കണ്ടില്ലേ? എ പാർട്ടിസിപ്പന്റ് ഇൻ ലോങ് ജമ്പ് കോമ്പറ്റീഷൻ റൺ സം ഡിസ്റ്റൻസ് ആൻഡ് ദെൻ ജംപ്സ് ആണല്ലേ. അപ്പോൾ അതവിടെ ഓൾറെഡി മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഏതാണ്? ഇത് ഇനേർഷ്യ ഓഫ് മോഷൻ. അതായത് ആദ്യത്തെ പോയിന്റ് ചലന ജഡത്വമാണ്. ആദ്യത്തെ പോയിന്റ് ഏതാണ്? ഇനേർഷ്യ ഓഫ് മോഷൻ, ചലന ജഡത്വം. രണ്ടാമത്തെ പോയിന്റ് നോക്കുക. നിർത്തിയിട്ട ബസ്, കണ്ടില്ല, ബസ് റെസ്റ്റാണ്. ഒറ്റയടിക്ക് ആൻസർ കിട്ടി. നിർത്തിയിട്ട ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ അതിലെ ആ യാത്രക്കാരൊക്കെ പിന്നോട്ട് വീഴുന്നു അല്ലേ. കണ്ടില്ലേ? അപ്പോൾ എന്താണ്? പാസഞ്ചർ ടെൻസ് ടു ഫാൾ ബാക്ക്വേർഡ് വെൻ ബസ് ഈസ് എന്താണ്? ബസ് അറ്റ് റെസ്റ്റ് ഇത് കണ്ടില്ലേ? റെസ്റ്റ് എന്ന് കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട. ഏതാണ് അത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അതായത് രണ്ടാമത്തെ പോയിന്റ്
നിശ്ചല ജഡത്വം എന്ന് ഓർത്തിരിക്കാം. മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാവിൻ കൊമ്പിൽ മാങ്ങ അങ്ങനെ റെസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, അതായത് നിശ്ചല ജഡത്വമാണ്. ഏതാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, നിശ്ചല ജഡത്വം. ലാസ്റ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്ന കാറിന്റെ ടയറിൽ ജലത്തുള്ളികൾ തൊടുവരയിൽ കൂടി തെറിച്ചു പോകുന്നു. അതായത് ടയർ ചലിച്ചുകൊണ്ടിരിക്കുന്ന കാറിന്റെ ടയർ എന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ അതിലെ വാട്ടർ ഡ്രോപ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? അതിന്റെ ടാൻജന്റിലൂടെ ഇങ്ങനെ സൈഡിലേക്ക് തെറിച്ചു. അപ്പൊ ചലിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്ത് വയ്ക്കുക, അതേതാണ്? ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്, ചലന ജഡത്വമാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പോയിന്റുകൾ തന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടെത്തിക്കൂടെ? അപ്പൊ ആ ഒരു ചോദ്യം സിമ്പിളാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ. അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല, തെറ്റിക്കണം. നമുക്ക് ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് 3 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം, ഇൻ വിച്ച് ഗ്രാഫ് ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം ആക്സിലറേഷൻ? സമത്വരണത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ഏത്? ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ടൈം വെലോസിറ്റി ഗ്രാഫാണ്. ആ ടൈം വെലോസിറ്റി ഗ്രാഫിൽ ഇവിടെ നോക്കുക, സമയം ഇങ്ങനെ കൂടുന്നുണ്ട്, പക്ഷേ വെലോസിറ്റി മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അവിടെ ആക്സിലറേഷൻ ഇല്ല എന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ ടൈം ഇങ്ങനെ പോകുന്നതനുസരിച്ച് വെലോസിറ്റിയും കറക്റ്റ് ഒരു യൂണിഫോം വെലോസിറ്റി ആയിട്ട് ഇങ്ങനെ കൂടി പോകുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ ആക്സിലറേഷൻ ഉണ്ട്. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കുക, ടൈം കൂടുന്നതനുസരിച്ച് വെലോസിറ്റി ഇങ്ങനെ കൂടി പിന്നെ ഇങ്ങനെ കുറയുന്നു അല്ലേ? അപ്പൊ ഇതില് യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ ഏതാ നോക്കുക. ഒരു കൺഫ്യൂഷൻ വേണ്ട, ചിത്രം ഏതാണ്? 2. ഇതാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഏത് ഗ്രാഫിലാണ് വസ്തുവിന് ത്വരണവും മന്ദീകരണവും, അതായത് ആക്സിലറേഷനും ഡി ആക്സിലറേഷനും അല്ലെങ്കിൽ റിട്ടേർഡേഷനും സംഭവിക്കുന്നത്? അപ്പോൾ നോക്ക്, ഇവിടെ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്തിങ്ങനെ വന്ന് പിന്നെ ഗ്രാഫ് താഴത്തേക്ക് വരാൻ കുറയുക, വെലോസിറ്റി കുറയാന്നർത്ഥം. അപ്പോൾ ആക്സിലറേഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതുകൊണ്ട് ആക്സിലറേഷനും അതേപോലെ തന്നെ റിട്ടേർഡേഷനും ഡി ആക്സിലറേഷനും സംഭവിക്കുന്ന ഏതിലാണ്? മൂന്നാമത്തെ ഗ്രാഫിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിക്കാൻ പാടില്ല. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടേബിൾ മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയാണ് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത്. അല്ലാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ചോദ്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അടുത്തൊരു മാച്ച് ദ ഫോളോ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ കോളത്തിന് ഈക്വൽ ആയിട്ടുള്ള ബിയും സിയും സെറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇത് അവിടെ ഇങ്ങനെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത്. എന്താണ്? ഭൂഗുരുത്വാകർഷണ ഭൗമോപരിതലത്തിലെ ഗുരുത്വാകർഷണ ത്വരണം. ഭൗമോപരിതലത്തിലെ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം ഞാനിപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എ കൊടുത്തു വിചാരിക്കാം, ഇതിന് എ എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ ഗുരുത്വാകർഷണ ത്വരണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോന്ന് നോക്കുക. 6.67 × 10⁻⁻12, 1.62, 6.76 × 10⁻11. ഇതും തെറ്റിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കൊടുത്തില്ലേ? പിന്നെ 9.8. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ കേട്ടാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, അത് ഏതാണ്? 9.8. അപ്പൊ എക്ക് എ തുല്യമാണ് വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇനി ഇതിന് ഈക്വൽ, ബിക്ക് ഈക്വൽ ആയിട്ടുള്ള സി എന്ന് കണ്ടെത്തണം. അപ്പൊ ഇവിടെ ഒരു സ്ഥിരസംഖ്യയാണോ ജി അത് വേറെ വരുന്നത്? അടുത്ത് GM/r ആണോ, GM/r² ആണോ, GM/6r² ആണോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ത്? സ്മോൾ ലെറ്റർ G = GM/r². ഇതിൽ സംഖ്യകൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് 9.8 കിട്ടുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, എ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ആദ്യത്തെ ആൻസർ കിട്ടിയോ? എങ്ങനെ വരുന്നത്? ഇതാ നേരെ എങ്ങനെ വരുന്നു? ഇങ്ങനെ വരുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിൽ നോക്കൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എ. അപ്പൊ ഇതും എ വന്നു. അങ്ങനെയെങ്കിൽ എന്താണ്? എ = അല്ലെങ്കിൽ G = GM/r². അതിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് 9.8 m/s² എന്നൊക്കെ കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ആണല്ലേ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്താ? എവിടെയാണ്? ഓൺ ദി ജൂപ്പിറ്റർ. ഏതായാലും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് കേട്ടാൽ ഒരു പേടിയും പേടിക്കേണ്ട. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് കേട്ടാൽ കോൺസ്റ്റന്റ് ഏതാണ്? 6.67 അല്ലേ? 6.67 എന്നല്ല വരുന്നത്. അതുകൊണ്ട് ഇതാ ബി ഇതാണ് വരുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാൽ 6.6 × 10⁻11 Nm/m²/kg². അതെന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതായത് ഇത് അവിടെ വന്നു ബി. മലയാളം മീഡിയത്തിൽ നമുക്ക് നോക്കുക, ബി എന്നുള്ളത് വ്യാഴത്തിലെ ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറഞ്ഞാൽ മലയാളം മീഡിയത്തിൽ മാറ്റേണ്ട. ഇവിടെയാണ് ബി വന്നത്. 6.67 × 10⁻12 അവിടെ വന്നു. അതൊരു സ്ഥിരസംഖ്യ. അപ്പോൾ ഇവിടെ തന്നെ വന്നു. ഇനി മൂന്നാമത്തെ കാണാൻ ചന്ദ്രനിലെ ഗുരുത്വാകർഷണം സി ആണ്. സി ഇത് സി.
ചന്ദ്രനിലെ ഗുരുത്വാകർഷണം നമുക്കറിയാം 1.62 ആണ് അല്ലേ. അപ്പോൾ ഇതാണ് സി വരുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏതായിരിക്കും? ഇതാണ് സി വരുന്നത്. അതായത് GM/r² താഴെ ഒരു 6 കൂടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, 6ൽ1 ഭാഗം എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സി ഓർത്ത് വെക്കുക. സി ഏതായിരുന്നു? ഇതും സി ആണ്, ഇതും സി ആണ്. അപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് നമ്മൾ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതും സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസവും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, അടുത്ത ചോദ്യം എന്താ നമുക്ക് നോക്കി വെക്കാം. താഴെ കൊടുത്ത ഓരോ സാഹചര്യത്തിലും പ്രവൃത്തി പോസിറ്റീവ് നെഗറ്റീവ്, വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററിനകത്ത് പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള വർക്ക് പ്രവൃത്തി ഏതാന്നുള്ളത് കണ്ടെത്തണം. അപ്പൊ ആദ്യത്തെ നമ്മളൊന്ന് വായിച്ചു നോക്കാം. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ദ വർക്ക് ഡൺ ഓൺ ദ സ്റ്റോൺ ബൈ അപ്ലൈഡ് എ ഫോഴ്സ് വെൻ വി ത്രോ എ സ്റ്റോൺ അപ്വേർഡ്. ഞാനൊരു കല്ല് ഇങ്ങനെ മുകളിലേക്ക് എറിയുന്നു, ഫോഴ്സ് കൊടുക്കുന്നത് മുകളിലേക്കാണ്, കല്ല് പോകുന്നതും അതേ ഡയറക്ഷൻ. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിലാണ് ആ ഒരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്യുന്നത്, ചലിക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് വർക്കാണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്? പോസിറ്റീവ് വർക്കാണ്. ആദ്യത്തെ ഏതാണ്? പോസിറ്റീവ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് നമുക്കൊന്ന് വായിച്ചേക്കാം. എന്താണ്? ക്രെയിൻ ഉപയോഗിച്ച് ഒരു വസ്തു ഉയർത്തുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം വസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തി. ക്രെയിൻ ഉപയോഗിച്ച് എന്താണ്? ഒരു വസ്തു നമ്മൾ മുകളിലേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ ഭൂഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ താഴത്തേക്കാണ്, നമ്മൾ ഉയർത്തുന്നത് മുകളിലേക്ക്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് അത് ഏതായിരിക്കും? അത് നെഗറ്റീവ് ആണെന്ന് ഓർത്തേക്ക്. രണ്ടാമത്തെ ഏതാണ്? നെഗറ്റീവ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? നിരപ്പായ പ്രതലത്തിൽ കൂടി ഒരു വസ്തുവിനെ നിരക്കി നീക്കുമ്പോൾ അല്ലെ, നിരപ്പായ പ്രതലത്തിൽ ഒരു വസ്തുവിനെ ഇങ്ങനെ നിരക്കി നീക്കുകയാണ്. അപ്പൊ ഘർഷണത്തിനെതിരെ വസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തി ഫ്രിക്ഷണൽ ഫോഴ്സിനാണ്. ഡ്രാഗ്ഡ് ത്രൂ എ ലെവൽ സർഫസ് എന്താണ്? ഒബ്ജക്റ്റ് ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സിന് എതിരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടേബിൾ ഞാൻ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്നു വിചാരിക്കുക. അപ്പൊ തള്ളുന്നത് അങ്ങോട്ട്, അത് പോസിറ്റീവ് വർക്കാണ്. പക്ഷെ ഫ്രിക്ഷൻ വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും? ഫ്രിക്ഷൻ എപ്പോഴും എന്തായാലും ഒരു വസ്തു മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് ഫ്രിക്ഷൻ വെച്ച് നോക്കുമ്പോൾ അത് ഏതാണ്? നെഗറ്റീവ് വർക്കാണെന്ന് ഓർത്തേക്ക്. ഏതാണ്? നെഗറ്റീവ് വർക്ക്. അപ്പൊ ആ ചോദ്യം സെറ്റാണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു കിടിലോസ്കി ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അടുത്ത വീണ്ടും നമുക്കൊരു പ്രോബ്ലം ആണ് വന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? രണ്ടും വായിക്കാം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നു, ചിത്രീകരിക്കുന്നു. ഇതൊരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ് അല്ലേ. 10 കിലോഗ്രാം മാസുള്ളൊരു വസ്തു, ഇങ്ങോട്ടൊരു 7 ന്യൂട്ടണും ഇങ്ങോട്ടൊരു 16 ന്യൂട്ടണും കൊടുത്തു. അങ്ങനെയെങ്കിൽ പരിണത ബലം എത്ര? ബലം മൂലം വസ്തുവിനുണ്ടാകുന്ന ത്വരണം എത്ര? തുടക്കത്തിൽ വസ്തു നിശ്ചലാവസ്ഥയിലായിരുന്നെങ്കിൽ 2 സെക്കൻഡ് ഉണ്ടായ സ്ഥാനാന്തരം എത്ര? അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. ഈ റിസൾട്ടന്റ് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ ഇനി നിങ്ങൾ F=F1+F2 എന്നൊന്നും എഴുതാൻ നിൽക്കണ്ട. ഒറ്റയടിക്ക് ഇവിടെ 16 ന്യൂട്ടൺ, ഇവിടെ 7 ന്യൂട്ടൺ, അത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ റിസൾട്ടന്റ് ഫോഴ്സ് 16 - 7 = 9 ന്യൂട്ടൺ. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി വെച്ചാൽ 16 - 7 നമുക്ക് എത്രയായിട്ട് 9 എന്ന് കിട്ടി. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഫോഴ്സ്. ഈ ഒരു 10 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഒരു ഭാഗത്തുനിന്ന് 16 ന്യൂട്ടണും അപ്പുറത്തുനിന്ന് 7 ന്യൂട്ടണും കൊടുത്തു. അപ്പൊ ഏത് ഭാഗത്താണ് കൂടുതൽ ഫോഴ്സ് ആ ഭാഗത്തേക്ക് അത് മൂവ് ചെയ്യും. അപ്പൊ അതിന്റെ ആക്സിലറേഷൻ എത്രയെന്നുള്ളതാണ്. അപ്പൊ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? F=ma. ഇതാണ് നമ്മൾ ഇക്വേഷൻ അല്ലെ. എന്താണ്? F=ma. ഇതിൽ ആക്സിലറേഷൻ കാണുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടി? A = F/m അല്ലേ. ഇവിടെ ആക്സിലറേഷൻ കാണുമ്പോൾ ഈ എമ്മിനെ താഴത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ F/m എന്ന് വരും. F/m എന്ന് പറഞ്ഞാൽ F എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? റിസൾട്ടന്റ് ഫോഴ്സ് 9 ന്യൂട്ടൺ കിട്ടി. ബൈ മാസ് എന്ന് പറഞ്ഞാൽ 10 കിലോഗ്രാം. മാസ് എന്ന് പറഞ്ഞാൽ 10 കിലോഗ്രാം. അപ്പൊ 9/10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 9/10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? പറയടാ. 0.9 m/s². അപ്പൊ ആക്സിലറേഷൻ കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്? ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണണം. എത്ര ദൂരം അത് സഞ്ചരിച്ചു എന്നുള്ളത് കാണണം. എത്ര സമയം? 2 സെക്കൻഡ് കൊണ്ട്. ഇഫ് ദ ഒബ്ജക്റ്റ് വാസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഒബ്ജക്റ്റ് ആദ്യം റെസ്റ്റ് ആണ്. അപ്പൊ ഞാനൊരു ചെറിയൊരു പേജ് എടുക്കട്ടെ, എന്നിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് ഈ എസ് ആണ് സ്ഥാനാന്തരം. S = ut + ½ at². ഇതാണ് നമ്മൾ ഇക്വേഷൻ. യു എന്ന് പറഞ്ഞാൽ ആദ്യം അത് റെസ്റ്റ് ആണ്. അപ്പൊ 0 m/s. ടി എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. എ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര കിട്ടി? ആക്സിലറേഷൻ എത്ര കിട്ടിയ? 0.9 എന്ന് കിട്ടി. അങ്ങനെ ഇതിൽ കൊടുത്താൽ പോരെ. യു എന്ന് പറഞ്ഞാൽ 0 × ടി എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് പ്ലസ് 1/2 അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ടി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ 0.9 × t², 2a². അപ്പൊ 2 × 2.
അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രണ്ടും അതേപോലെ തന്നെ താഴത്തെ രണ്ടും ക്യാൻസൽ ചെയ്ത് മൊത്തം 0 ആയി. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, 0.9 ഇൻറ്റു 2. 0.9 ഇൻറ്റു 2 ആണ് 9 ഇൻറ്റു 2 ആണ് 18 എന്ന് കിട്ടി അല്ലേ. ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ പോയിന്റ് ഇവിടെ വരും. അപ്പോൾ 1.8 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ അത്രയും സമയം 2 സെക്കൻഡ് കൊണ്ട് 1.8 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അതാണ് നമുക്ക് അടുത്ത ഒരു ചോദ്യം. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കൂ. അടുത്തൊരു ചോദ്യം ഒന്ന് പെട്ടെന്ന് വായിക്കും. എന്താണ്? ഒരു വസ്തുവിന്റെ വായുവിലെ ഭാരം, നമ്മൾ ബോയൻ ഫോഴ്സ് ആണ് അല്ലേ. ഒരു വസ്തുവിന്റെ വായുവിലെ ഭാരം 300 ന്യൂട്ടൺ ആണ്, ജലത്തിലെ ഭാരം 240 ന്യൂട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ വസ്തുവിനുണ്ടായ ഭാരനഷ്ടം എത്ര? ഭാരനഷ്ടം എന്ന് പറഞ്ഞാൽ ബോയൻ ഫോഴ്സ് ആണ്. വസ്തു ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം എത്ര? പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ ഭാരം എത്ര? അപ്പോൾ ബോയൻ ഫോഴ്സ് കിട്ടി, അത് രണ്ടും കിട്ടി. ഇനി അടുത്തത്, ഈ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ നിങ്ങളെ സഹായിച്ച ശാസ്ത്ര തത്വം പ്രസ്താവിക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, അത് ആർക്കിമിഡീസ് ആണ് അല്ലേ. അപ്പോൾ നോക്കുക, കാൽക്കുലേറ്റ് ദ ലോസ് ഓഫ് വെയിറ്റ് ഒബ്ജക്റ്റ് ഇൻ വാട്ടർ. വെള്ളത്തിലാകുന്ന സമയത്ത് അവിടുത്തെ ലോസ് ഓഫ് വെയിറ്റ് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. എത്രയാണ്? അതായത് ബോയൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്ലവക്ഷണബലം ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ. വെയിറ്റ് ഇൻ എയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 300 ന്യൂട്ടൺ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ 240 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 60 ന്യൂട്ടൺ. അവിടുത്തെ വ്യത്യാസം 60 ന്യൂട്ടൺ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ആൻസർ ഒക്കെ കണ്ടെത്താം. എന്താണ്? ഒരു വസ്തു ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം എത്ര? ബോയൻ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും 60 ന്യൂട്ടൺ വരും. ഇനി അങ്ങനെയെങ്കിൽ ഈ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സഹായിച്ച ശാസ്ത്ര തത്വം ഏതാണ്? പ്രസ്താവിക്കുക. അത് ആർക്കിമിഡീസ് തത്വം എന്താണെന്നുള്ള എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ബോയൻ ഫോഴ്സ് ഏതിന് ഈക്വൽ ആയിരിക്കും? ഡിസ്പ്ലേസ്ഡ് വാട്ടറിന് ഈക്വൽ ആയിരിക്കും. പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ ഭാരവും അവിടെ ഉണ്ടാകുന്ന പ്ലവക്ഷണ ബലം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു കിഡ്ലോസ്കി ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, 70 മീറ്റർ ഉയരത്തിലിരിക്കുന്ന 950 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിൽ നിന്ന് നിർബാധം താഴേക്ക് പതിക്കുന്നു. എന്താണ് ചോദ്യം വന്നത്? 70 മീറ്റർ ഉയരത്തിലിരിക്കുന്ന 950 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിർബാധം താഴേക്ക് പതിക്കുന്നു. അങ്ങനെയെങ്കിൽ വസ്തുവിന്റെ ആദ്യ മൊമെന്റം എത്ര? ആദ്യ മൊമെന്റം, ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം P ഈസ് ഈക്വൽ ടു mu. മാസ് എന്ന് പറഞ്ഞാൽ 980 ന്യൂട്ടൺ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ മാസ് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തണം അല്ലേ. മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 980 ന്യൂട്ടൺ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വസ്തുവിന്റെ ആദ്യ മൊമെന്റ് എത്ര? മാസ് ഈക്വൽ ടു m ഇൻറ്റു യു. അപ്പൊ മാസ് ഇവിടെ ശരിക്കും കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആദ്യം വസ്തു എന്താണ്? നിശ്ചലാവസ്ഥയിലാണ്. അപ്പൊ മാസ് എത്ര ആയിക്കോട്ടെ, ഇവിടെ u 0 ആയതുകൊണ്ട് ഇവിടെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടി? 0 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇത് മാസ് കാണാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടെത്താൻ പറ്റും. കാരണം എന്താണ്? ആ ഒരു വസ്തു എന്ത് ചെയ്യണം? എ ബോഡി ഓഫ് വെയിറ്റ് 980 ന്യൂട്ടൺ അറ്റ് റെസ്റ്റ് എന്നാണ്ടല്ലേ. സ്റ്റാർട്ടിങ്ങിൽ എന്താണ്? റെസ്റ്റ് ആണ്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് ആദ്യ മൊമെന്റം എന്ത് ചെയ്തു? ചെയ്യാൻ നിൽക്കേണ്ട, നേരെ 0 എഴുതി വെച്ചാൽ മതി. ഇനി രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ സെക്കൻഡിൽ അന്ത്യത്തിൽ വസ്തുവിന്റെ പ്രവേഗം, മൊമെന്റം എന്നിവ കാണുക. മൂന്നാമത്തെ സെക്കൻഡിൽ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ആൻഡ് മൊമെന്റം ബോഡി അറ്റ് എൻഡ് ഓഫ് തേർഡ് സെക്കൻഡ്. മൂന്നാമത്തെ സെക്കൻഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു u പ്ലസ് at. ഇതാണ് നമ്മൾ ഇക്വേഷൻ. v ഈസ് ഈക്വൽ ടു u പ്ലസ് at. u എന്ന് പറഞ്ഞാൽ 0 ആണ്, പ്ലസ് a എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് എത്ര? ജിയുടെ വാല്യൂ ആണ് 9.8 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എത്ര? മൂന്നാമത്തെ സെക്കൻഡ്. അപ്പോൾ 9.8 ഇൻറ്റു 3 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 9.8 ഇൻറ്റു 3 ഗുണിച്ച് നോക്കുക. നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കണം കേട്ടോ. ആൻസർ ഞാൻ പറഞ്ഞുതരാം. 29.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 29.4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അതായത് ഇവിടെ മക്കൾ ഇവിടെ എങ്ങനെ 0 കിട്ടി? യു എന്ന് പറഞ്ഞാൽ ആദ്യം 0 ആണ്. ഇനീഷ്യൽ സ്റ്റാർട്ടിങ് അറ്റ് റെസ്റ്റിലാണ്, ഇനീഷ്യലി റെസ്റ്റ് ആണ്. അപ്പോൾ യു 0 കിട്ടി. എ എന്ന് പറഞ്ഞാൽ 9.8 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ്. അപ്പോൾ 9.8 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 29.4 എന്ന് ആൻസർ കിട്ടി. അത് അങ്ങനെ എഴുതിച്ചു. ഇനി മൊമെന്റും കൂടി നമുക്ക് ഇവിടെ കാണും. മൊമെന്റം കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എന്താണ്? പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? മാസ് കണ്ടെത്തണം. മാസ് കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഞാനൊരു പുതിയ പേജ് എടുക്കാം. മാസ് കണ്ടെത്താൻ എന്ത് ചെയ്യണം? മാസ് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? മാസ് കണ്ടെത്താൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 980 ന്യൂട്ടൺ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 980 ന്യൂട്ടൺ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എഫ് ഈക്വൽ ടു എം ജി എന്നാണ്. അതിൽ മാസ് കാണുമ്പോൾ എഫ് ബൈ ജി എന്ന് വരും.
എഫ് 980 ന്യൂട്ടൺ ബൈ ജി എന്ന് പറഞ്ഞാൽ 9.8. അപ്പോൾ ഈ 9.8 കൊണ്ട് ഹരിക്കാൻ ഇവിടെ ഒരു 10 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ ഇവിടെ ഒരു 10 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 980 കൂടെ ഒരു 0 ചേർക്കും, ഇവിടെ 98 വന്നു. ഈ 98 വെട്ടിയാൽ 1 കിട്ടി, അപ്പോൾ ഇവിടെ 100 കിട്ടി. മാസ് എത്ര കിട്ടിയത്? 100 കിലോഗ്രാം. മാസ് എത്ര കിട്ടിയത്? 100 കിലോഗ്രാം. അപ്പോൾ 100 ഇൻറ്റു വി നമുക്ക് എത്ര കിട്ടി? 29.4. അതായത് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 29.40 എന്ന് വരും. 29.40. അപ്പം മൊമെൻറ്റും കിട്ടി. അപ്പോൾ ഫൈനൽ മൊമെൻറ്റും, അപ്പം മൊമെൻറ്റും കിട്ടി, വിയും കിട്ടി, ഫൈനൽ മൊമെൻറ്റും കിട്ടി. അതായത് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ പി = എം ഇൻറ്റു വി. അപ്പോൾ നമുക്ക് മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു കിടിലോസ്കി ചോദ്യത്തിലേക്ക് കിടക്കണം. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യം ശരിക്കും വായിച്ചു നോക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയവും അതേപോലെ തന്നെ മലയാളം മീഡിയം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ള 70 മീറ്റർ ഉയരത്തിൽ നിന്നും ഒരു 980 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തു എന്ത് ചെയ്യുന്നു? താഴേക്ക് നിശ്ചലാവസ്ഥയിൽ നിന്നും മറ്റ് റെസ്റ്റിൽ നിന്നും താഴേക്ക് പതിക്കുന്നതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. വസ്തുവിൻ്റെ ആദ്യ മൊമെൻറ്റം എത്ര, മൂന്നാമത്തെ സെക്കൻഡിൽ അന്ത്യത്തിൽ വസ്തുവിൻ്റെ പ്രവേഗം എത്ര, അതോടൊപ്പം തന്നെ അവിടുത്തെ മൊമെൻറ്റും കണക്കാക്കുക. ഈ സമയം കൊണ്ട് വസ്തു ഉണ്ടാകുന്ന മൊമെൻ്റ് വ്യത്യാസത്തിൻ്റെ നിരക്കും കാണുക. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? ഇനീഷ്യൽ മൊമെൻറ്റം കാണണം, ഫൈനൽ മൊമെൻറ്റം കാണണം, വെലോസിറ്റിയും കാണണം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റും കാണണം. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് വേറൊരു പേജ് എടുക്കാം. എന്നിട്ട് ഞാനൊന്ന് എഴുതട്ടെ. ക്വസ്റ്റ്യൻ ആദ്യത്തെ ചോദ്യം എന്താണ്? വസ്തുവിൻ്റെ ആദ്യ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ P = mu. P എന്താണ്? mu. u എന്ന് പറഞ്ഞാൽ 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം എന്താണ്? നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെടുന്നു. മാസ് എന്ന് പറഞ്ഞാൽ മാസ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം മാസ് നമ്മൾ കണ്ടെത്തണം. പകരം നമുക്ക് എന്ത് ഭാരം തന്നിട്ടുണ്ട്? എത്രയാണ്? F = 980 ന്യൂട്ടൺ. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? മാസ് കണ്ടെത്തണം. അപ്പോൾ F = mg എന്നുള്ളൊരു ഇക്വേഷനുകൾ പഠിച്ചിട്ടില്ലേ? അതിന്ന് മാസ് കണ്ടെത്തിക്കൂടെ? അപ്പോൾ മാസ് കണ്ടെത്താൻ എന്ത്? ഈ മാസിന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഈ മാസിനെ അവിടെ നിർത്തുമ്പോൾ ജീനെ താഴത്തേക്ക് കൊണ്ടുപോവാ അല്ലേ? ജി ഗുണിക്കണം എന്നുള്ള സമയത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം എന്നായിട്ട് മാറുന്നു. അങ്ങനെയെങ്കിൽ F/g = m എന്ന് വരും അല്ലേ? എങ്ങനെ വരിക? F/g = m. അപ്പോൾ ഞാനൊന്ന് വായിക്കട്ടെ. എന്നിട്ട് മാസ് = F/g എന്ന് കിട്ടി. F 980 ബൈ ജി എന്ന് പറഞ്ഞാൽ 99.8 എന്ന് കിട്ടി. ഇത് ഹരിച്ച് ഞങ്ങൾക്ക് എത്ര കിട്ടി? 100 എന്ന് കിട്ടും. അത്രയും കിലോഗ്രാമാണ്. മാസ് എത്ര കിട്ടി? 100 കിലോഗ്രാം. എങ്ങനെയാണ് ആ 100 കിട്ടിയത്? ഇവിടെ 9.8നെ 10 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ ഇവിടെയും 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 980 ഇൻറ്റു ഒരു 0 കൂടി വരും ബൈ 98. ഈ 98 വെട്ടിയ പിന്നെ 1 ഇവിടെ ഈ 2 0. അങ്ങനെയാണ് നമുക്ക് 100 എന്ന് കിട്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ ഡയറക്റ്റ് എഴുതി വെച്ചു എന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ മൊമെൻറ്റം കാണാൻ പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതിയേക്കാം. കാരണം ഇത് u 0 ആണ്. അപ്പോൾ പിന്നെ മാസ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും നമുക്ക് മാസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് എഴുതിയേക്കാണ്. മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 100 എന്ന് കിട്ടി ഇൻറ്റു u എന്ന് പറഞ്ഞാൽ 0 = 0 എന്ന് കിട്ടി. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. രണ്ടാമത്തെ ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ആൻഡ് മൊമെൻറ്റം ഓഫ് എ ബോഡി അറ്റ് എൻഡ് ഓഫ് 3rd സെക്കൻഡ്. 3 സെക്കൻഡ് ഉണ്ടാകുന്ന വെലോസിറ്റി കാണണം. അപ്പോൾ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 വെലോസിറ്റിയും കാണണം. ഏതൊക്കെ കാണണം? വെലോസിറ്റി കാണണം. അപ്പോൾ v = u + at. ഇതാണ് നമ്മൾ ഇക്വേഷൻ. v = u + at. u എന്ന് പറഞ്ഞാൽ 0 ആണ്, പ്ലസ് a എന്ന് പറഞ്ഞാൽ 9.8 ആണ്, ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ്. മൂന്നാമത്തെ സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര കിട്ടി? 0 + 99. പിടിച്ചു എന്താണ്? 9.8 ഇൻറ്റു അതന്നെ ഞാൻ വീണ്ടും എഴുതിയോ. 9.8 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 98ന് 3 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 29.4 എന്ന് കിട്ടി. അത്രയും മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ബി ക്വസ്റ്റ്യനിൽ വി കിട്ടി. അങ്ങനെയെങ്കിൽ ബി ക്വസ്റ്റ്യനിൽ എന്തുകൂടിയും കാണാൻ പറയുന്നുണ്ട്? മൊമെൻറ്റും കൂടി കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ P = mv. മാസ് എന്ന് പറഞ്ഞാൽ 100 എന്ന് കിട്ടി ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ 29.4. ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? 2 സ്ഥാനം മാറ്റി ഒരു പോയിന്റ് ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ 294നെ 100 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോൾ എത്ര കിട്ടി? 294.0. ഇതാണ് വരിക ആൻസർ. ഒരു 0.0 വരും. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 29.40 എന്ന് കിട്ടി. അതാണ് ഫൈനൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഫൈൻഡ് ദ ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. നമ്മളോട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, അതായത്
ഈ സമയം കൊണ്ട് വസ്തുണ്ടാകുന്ന മൊമെന്റ് വ്യത്യാസത്തിന്റെ നിരക്ക് കണ്ടില്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എന്താണ്, എം വി മൈനസ് എം യു ബൈ ടി. എം വി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര കിട്ടി, 29:40 മൈനസ് എം യു എന്ന് പറഞ്ഞാൽ 0 ബൈ ടി എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ്. അപ്പോൾ 29:40/3 എന്ന് വരും. 29:40 2940 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 980 എന്ന് കിട്ടും. ഒന്ന് ഹരിച്ചു നോക്കണം കേട്ടോ. അത്രയും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം, ഇത് നല്ലൊരു ചോദ്യമാണ്. സെക്കൻഡ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് വരുന്നൊരു ചോദ്യം പോലെ, എന്നാൽ തേർഡ് ചാപ്റ്ററിനെ ഉൾക്കൊള്ളുന്നൊരു ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം. അപ്പോൾ എന്തായാലും പഠിച്ചു വയ്ക്കണം. ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് ആ ക്വസ്റ്റനൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. 40 കിലോഗ്രാം ഭാരവും 50 കിലോഗ്രാം ഭാരവും വീതമുള്ള 2 കുട്ടികൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം. ആ കുട്ടികൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാണ് തന്നിട്ടുള്ളത്, G/80 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ തമ്മിലുള്ള അകലം കണ്ടെത്തണം. ഈ ഉത്തരത്തിലെത്താൻ സഹായിച്ച നിയമം ഏത്, അത് പ്രസ്താവിക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്, ഞാൻ ഒരു പേജ് എടുക്കട്ടെ. തന്നിട്ടുള്ളത് പറഞ്ഞാൽ ഇപ്പം 2 കുട്ടികളാണ്. 2 കുട്ടികൾ. ഒരു കുട്ടീൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 40 കിലോഗ്രാം, ഒരു കുട്ടീൻ്റെ വെയിറ്റ് 50 കിലോഗ്രാം. ഇത് തന്നെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് D ആണ് കാണേണ്ടത്. ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ G/80 തന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഡിസ്റ്റൻസ് കാണാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F = G/m1m2/d². അപ്പോൾ d² = G/m1m2/f എന്ന് എഴുതാം. അപ്പോൾ G/m1 എന്ന് പറഞ്ഞാൽ 40 m2 എന്ന് പറഞ്ഞാൽ 50/f എന്ന് പറഞ്ഞാൽ G/80 അല്ലേ. F എന്ന് പറഞ്ഞാൽ ഇതാണ് തന്നിട്ടുള്ളത്, G/80. അപ്പോൾ ഈ ജിയും വെട്ടാം. 40 40 പ്രാവശ്യം, 80 എത്ര പ്രാവശ്യവും, 40 2 പ്രാവശ്യം പോകും. അങ്ങനെ 50/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, 25. അത്രയും മീറ്റർ ആയിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 50/, അപ്പോൾ എത്ര കിട്ടി, 50/2 25. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെയാണ് ശ്രദ്ധിക്കണ്ടേ, അമ്പാനെ ശ്രദ്ധിക്കണം. D² = 25. അങ്ങനെ D √25 = 5 മീറ്റർ. അവിടെ ശ്രദ്ധിക്കാൻ, നമ്മൾ ഒറ്റയ്ക്ക് അവിടെ ആൻസർ എഴുതി പോരുത്. ഇപ്പം ഞാൻ എഴുതി പോയതുണ്ടല്ലേ, അതേപോലെ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ നോക്കി എങ്ങനെ ചെയ്തത്. ഈ 2 കുട്ടികൾ തമ്മിലുള്ള മാസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 40 കിലോഗ്രാം 50 കിലോഗ്രാം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞത്. ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് G/80 ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഇക്വേഷൻ നമുക്കറിയാം F = G/m1m2/d². m1 m2 എന്ന് പറഞ്ഞാൽ 2 കുട്ടികളായിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ d² ആണ് കാണുന്നത്. അപ്പോൾ ഈ d² കാണുമ്പോൾ F നെ താഴത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ d² = G/m1m2/f എന്ന് വന്നു. ഇനി G അങ്ങനെ തന്നെ എഴുതി കഴിഞ്ഞല്ലോ. G അങ്ങനെ തന്നെ എഴുതി വെച്ചു. ഈ G അങ്ങനെ തന്നെ എഴുതി. m1 m2 എന്ന് പറഞ്ഞാൽ 40 × 50/f എന്ന് പറഞ്ഞാൽ എത്രയാണ്, G/80. അപ്പോൾ ഈ ജിയും ക്യാൻസൽ ചെയ്തു. 40 40 പ്രാവശ്യം, 80 2 പ്രാവശ്യം, 50/2 പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, 25 എന്ന് കിട്ടി. അവിടെ ഒറ്റയടിക്ക് മീറ്റർ എന്ന് എഴുതി വെക്കരുത്, ഞാൻ എഴുതി. എന്നിട്ട് d² = 25. അപ്പോൾ D √25 = 5 എന്ന് കിട്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കുക, ഈ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ. ഇതൊന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിസ്മസ് എക്സാമിന് പോകുന്നു. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഫിസിക്സ് ഭയങ്കര ടഫാണെന്ന്. ഫിസിക്സ് പൊതുവേ ടഫായിരിക്കും. പ്രത്യേകിച്ച് 9ാം ക്ലാസ്സിൻ്റെത് പുതിയ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ വർഷം മാറിയ കുട്ടികൾക്ക് അതിലേറെ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മനസ്സിലാക്കാനായില്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരാനിരിക്കുന്ന പരീക്ഷ അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ കോണ്ടന്റ് വീഡിയോകളും ഷോർട്ട് വീഡിയോകളും അതേപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എഴുതുക. GBU, ഗോഡ് ബ്ലസ് യു. കൂട്ടത്തിൽ നമ്മളെ എൻ ഗെയിമിലൊക്കെ ജോയിൻ ചെയ്ത് വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് സിമ്പിളാക്കാം. ഓക്കെ, അപ്പോൾ ടാറ്റാ, ബൈ.